അതല്ല സാർ, ഒരെണ്ണ എന്റെ കൈ തടഞ്ഞിട്ടുണ്ട്. ലോഹിതേട്ടാ, RJ അഞ്ജലിയുടെ കുണ്ടി പരാമർശം. RJ അഞ്ജലിയുടെ കുണ്ടി പരാമർശം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ രണ്ട് രീതിയിൽ തെറ്റിദ്ധരിക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരാൻ പറ്റുമോ, എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. പാർട്ണർക്ക് സർപ്രൈസ് കൊടുക്കാനാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അതിനെതിരെ വലിയ സൈബർ ബുള്ളിങ് നടക്കുന്നു. RJ അഞ്ജലി സ്വാഭാവികമായിട്ടും വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആരെയാണോ ഇവര് ഫോൺ ചെയ്തത് അവർക്ക് പരാതി ഇല്ലാത്തിടത്തോളം കാലം ഇതൊരു വലിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ, ഒച്ചയായിട്ടവർക്കാണോ കേസ്? മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീനെ വിളിച്ചിട്ട് എന്റെ കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? പരസ്യമായിട്ട് ഒരു പ്ലാറ്റ്ഫോമില് റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടിടുക എന്നുണ്ടെങ്കിൽ എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. ഈ നാട്ടിന് എന്നെ ചീത്തപ്പേരായി കുട്ടനാരെ. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? സ്ത്രീകളുടെ പുക്കിളിൽ ടാറ്റു അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? വല്ലപ്പോഴും. സ്ത്രീകളുടെ ഈ പറയപ്പെടുന്ന ശരീരഭാഗത്ത്, അതായത് കുണ്ടിയിൽ ടാറ്റു അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. അത്രയും വേണോ? വേണം. തൊടയിലൊക്കെ കൊണ്ടുവന്ന് ടാറ്റു അടിക്കുന്ന വിഷ്വൽസ് ഉണ്ട്. ഞാൻ വിചാരിച്ച പോലല്ല. നിപ്പിൾസിൽ ടാറ്റു അടിക്കുന്ന വീഡിയോകളുണ്ട്. ചുമ്മാ സത്യം. സ്ത്രീകളുടെ രഹസ്യ ഭാഗത്ത് ടാറ്റു അടിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി അതെന്റെ ഫോണിലേക്ക് അയച്ചാ അതിനൊന്നും ഒരു പ്രശ്നമില്ലേ? അവിടെ അവരുടെ പെർമിഷനോട് കൂടി. ഇവിടെ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അവര് ഫോൺ കട്ട് ചെയ്തു പോയത്. വളരെ മോശമായി പോയി. അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവര് മാനിക്കണമായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് അവർ ആ ഒരു വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാണില്ലായിരുന്നു. നാണക്കേടായല്ലോ. വാ പതുക്കെ വലിയ